वासुदेवाय ओम नमो भगवते वासुदेवाय। नाम श्रेष्ठं मनमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासा प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് വായിക്കുന്നത് 8ാമത്തെ അധ്യായം, ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 8ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ 7 അധ്യായങ്ങളിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാമത്തെ അധ്യായത്തിലെ മംഗളാചരണ ശ്ലോകങ്ങൾ, അതായത് ആദിലീലയിലെ 1ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളെ വിശദീകരിച്ചതാണ് ആദ്യത്തെ 7 അധ്യായങ്ങൾ. 8ാമത്തെ അധ്യായത്തിൽ ഇപ്പോഴാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എങ്ങനെയാണ് അദ്ദേഹത്തിന് ചൈതന്യ ചരിതാമൃതം രചിക്കുവാനുള്ള പ്രചോദനം ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ട് ആണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ എപ്രകാരം, അതാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ദി ഓത്തർ റിസീവ്സ് ദ ഓർഡേഴ്സ് ഓഫ് ഗുരു ആൻഡ് കൃഷ്ണ. അതായത് എഴുത്തുകാരന് ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും ആജ്ഞ ലഭിച്ചു എന്ന ഇതിലാണ് ഇത് ആദ്യമേ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വന്ദിക്കുകയാണ്. വന്ദേ ചൈതന്യ ദേവം തം ഭഗവന്തം യദിച്ഛയ പ്രസഭം നർത്യത്തെ ചിത്രം ലേഖരംഗേ ജഡോപ്യഹം ജഡോപി അയം. അതായത് ഞാൻ പരമപുരുഷ ഭഗവാനായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലെ നൃത്തം ചവിട്ടുന്ന ഒരു നായ ഇതുപോലെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഒരു മഹത് കാവ്യം രചിക്കാൻ ഉള്ള ധൈര്യം കാണിക്കുന്നത് എന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ പറയുന്നത്. വന്ദേ ചൈതന്യ ദേവം തം ഭഗവന്തം യദിച്ഛയ. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛാനുസരണമാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ പ്രത്യേകിച്ച് മറ്റൊരു ഉദ്ദേശം എന്നൊന്നില്ല. ഇത് ചൈതന്യ മഹാപ്രഭുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് ഞാൻ ഈ ചൈതന്യ ചരിതാമൃതം രചിക്കുന്നത്. തത്തുല്യമായിട്ട് തന്നെ നമുക്ക് കാണാം എപ്രകാരമാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത് എന്ന്. അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദമുനി അദ്ദേഹത്തോട് ശ്രീമദ് ഭാഗവതം രചിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഗുരുവിന്റെ ആജ്ഞാപൂർത്തീകരണം, അതിലൂടെയാണ് ഭാഗവത മഹാപുരാണം എന്ന മഹത് ഗ്രന്ഥം നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ താല്പര്യം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം രചിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് രചിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗൗരചന്ദ്ര, ജയ ജയ പരമാനന്ദ, ജയ നിത്യാനന്ദ. അദ്ദേഹം എല്ലാവരെയും നമിക്കുകയാണ്. ജയ ജയ അദ്വൈത ആചാര്യ കൃപാമയ, ജയ ജയ ഗദാധര പണ്ഡിത മഹാശയ. പഞ്ചതത്വങ്ങളെയാണ് ഇവിടെ അദ്ദേഹം നമിക്കുന്നത്. ജയ ജയ ശ്രീവാസാദി യഥ ഭക്തഗണ പ്രണതഹായ്യ വന്ദോൻ സവാർ ചരണ. ഇവരുടെ എല്ലാവരുടെയും ചരണങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും നമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൂക കവിത്വകരെ യാൻ സവാര സ്മരണേ പങ്കുഗിരി ലംഘേ അന്ധദേഖെ താരഗണേ. അതായത് അദ്ദേഹം പറയുകയാണ് മൂക കവിത്വകരെ എന്ന് പറഞ്ഞാൽ മൂകനായിട്ടുള്ള ഒരു വ്യക്തി, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് കവിയാകാൻ കഴിയും. പങ്കു ഗിരി ലംഘേ, അതായത് കാൽ കൊണ്ട് നടക്കാൻ വയ്യാത്ത ഒരു വ്യക്തിക്ക് വലിയ പർവ്വതങ്ങൾ താണ്ടുവാൻ കഴിയും. അന്ധദേഖെ താരഗണേ, അതായത് കണ്ണു കാണാൻ വയ്യാത്ത ഒരുവന് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെയെല്ലാം കാണുവാൻ കഴിയും.
എന്ന് പറയുന്നത് പോലെയാണ് ഈ പഞ്ചതത്വങ്ങളുടെ അനുഗ്രഹം മൂലം എനിക്ക് ഈ ശ്രീ ചൈതന്യ ചരിതാമൃതം രചിക്കുവാൻ ഇടവന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 വിധത്തിൽ നമുക്ക് സിദ്ധി അല്ലെങ്കിൽ പരിപൂർണത എന്നത് നേടിയെടുക്കാൻ പറ്റും. പരിപൂർണത നേടാൻ 3 വിധിയാണ് ഉള്ളത്. എന്തൊക്കെയാണത്? സാധനാസിദ്ധ, നിത്യസിദ്ധ, കൃപാസിദ്ധ. അതായത് 3 തരത്തിൽ സിദ്ധനാകുവാൻ കഴിയും. അതിലെ ആദ്യത്തെ വിഭാഗം സാധനാ സിദ്ധ എന്ന് പറഞ്ഞാൽ സ്വന്തം സാധനയിലൂടെ, അതായത് ഭക്തിയുത സേവനം നിയമപ്രകാരം ചെയ്തുകൊണ്ട് പരിപൂർണതയിൽ ചെന്നെത്തുക. അതിനെയാണ് സാധനാ സിദ്ധി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിത്യസിദ്ധ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ഒരിക്കൽ പോലും ഒരവസ്ഥയിൽ പോലും മറക്കാതെ ഇരുന്നു കൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിപൂർണമായ അവസ്ഥ. ഇതാണ് നിത്യസിദ്ധ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 3ാമത്തെ സിദ്ധിയാണ് കൃപാസിദ്ധ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? പരിപൂർണത നേടുന്നു എപ്രകാരം? ആത്മീയ ഗുരുവിൻ്റെയോ വൈഷ്ണവൻ്റെയോ കാരുണ്യം കൊണ്ടിട്ട്. ഇവിടെ ഭക്തന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു വിഷയമല്ല. ഭക്തന്റെ യോഗ്യത വിഷയമാക്കാതെ ഗുരുവിൻ്റെയോ വൈഷ്ണവൻ്റെയോ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം പരിപൂർണത നേടുന്നതിനെയാണ് കൃപാസിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ ഊന്നിപ്പറയാൻ ഉദ്ദേശിക്കുന്നത് കൃപാസിദ്ധിയെ കുറിച്ചിട്ടാണ്. അതായത് അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ വരെ എത്തി ഈ ശ്രീ ചൈതന്യ ചരിതാമൃതം രചിക്കുന്നു എന്നുണ്ടെങ്കിൽ ഐ ആം എ ഡാൻസിങ് ഡോഗ് എന്നാണ് അദ്ദേഹം ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ സ്വയം എനിക്ക് ഒരു യോഗ്യതയുമില്ല, പക്ഷേ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ പാർഷദന്മാരും എന്നിൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് എഴുതാനുള്ള യോഗ്യതയുണ്ടായത്. ഇത് നമ്മുടെ വൈഷ്ണവ രീതിയിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ ഒരു നമ്മളെല്ലാവരും വളർത്തിയെടുക്കേണ്ട ഒരു ഗുണവും കൂടിയാണ്. എന്താണ് ആ ഗുണം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തലത്തിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന ആ വിനമ്രത അഥവാ വിനയം എന്ന് പറയുന്ന ആ ഒരു ഗുണം, അതാണ് നമ്മളിവിടെ എല്ലായിടത്തും കാണുന്നത്. അതായത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം അദ്ദേഹത്തിൻ്റെ വിനമ്രതയാണ്. അപ്പോൾ ഈ വിനമ്രത നമുക്ക് നമ്മുടെ ചൈതന്യ മഹാപ്രഭു മുതൽക്കേ നമുക്ക് ഇങ്ങോട്ട് വരുന്ന എല്ലാ മഹാഭക്തന്മാരിലും നമുക്ക് ഇത് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആഭരണങ്ങളിൽ ഒന്നാണ് ഈ വിനയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആഭരണം നേടിയെടുക്കുവാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, അതായത് എല്ലാവർക്കും ഈ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്ന തത്വങ്ങൾ സ്വീകാര്യമാവുകയില്ല. അദ്ദേഹം പറയുന്നതാണ് കേട്ടോ, നമ്മളാരും പറയുന്നതല്ല. ഇതുകൊണ്ടാണ് നമുക്ക് നേരത്തെയും ഉണ്ടായ ചോദ്യങ്ങളിലെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു, ചൈതന്യ മഹാപ്രഭുവിനെ തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും ഒരു പ്രത്യേക ഭാഗ്യം വേണം. അത് ഭഗവത് ഭക്തന്മാരിലൂടെ ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുകയാണ്, വലിയ വലിയ പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ഈ പറയുന്നതൊന്നും അവർക്ക് സ്വീകാര്യമായില്ല എന്ന് വരും. അത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, അവരുടെ ഈ തിരസ്കാര വാക്കുകൾ എന്ന് പറയുന്നത് ഒരു തവള ശബ്ദമുണ്ടാക്കുന്നത് പോലെയാണ് എന്ന്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, തവള ശബ്ദമുണ്ടാക്കുമ്പോൾ തവളയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്താണ് സംഭവിക്കുന്നത്?
തവള ഉണ്ടാക്കുന്ന ശബ്ദം കൊണ്ടുള്ള വൈബ്രേഷൻ കൊണ്ടിട്ടാണ് പാമ്പ് തവള എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതും വന്ന് തവളയെ വിഴുങ്ങുന്നതും. അപ്പോൾ ഇങ്ങനെ ഞാൻ വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പണ്ഡിതർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെല്ലാവരുടെയും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒരു തവള ശബ്ദമുണ്ടാക്കുന്നത് പോലെയാണ് എന്ന് കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി പറയുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് അവർക്ക് മരണം മാത്രമേ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പഞ്ചതത്വങ്ങളെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ഭക്തി അഭിനയിക്കുന്നതും വലിയ അപകടകരമായ കാര്യമാണ് എന്ന് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം പറയുന്നു, അത്തരത്തിൽ നമുക്ക് ഏറ്റവും ഉന്നതമായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനം എന്താണോ അത് കൃഷ്ണന്റെ പ്രീതിക്ക് പാത്രമാവുക എന്നുള്ളതാണല്ലോ. അത് ഒരിക്കലും സാധിക്കാതെ വരും. അപ്പോൾ അതിനവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏന കഥാസ പന്ഥ. അതായത് ധർമ്മത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് വളരെ വളരെ ഗുഹായ, വളരെ രഹസ്യമായിട്ടുള്ള സ്വഭാവമുള്ളതാണ് ധർമ്മതത്വങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മഹാജനോ ഏന കഥാ സപന്ഥ, അതായത് മഹാജനങ്ങൾ ചരിച്ച ആ പാതയിലൂടെ നമ്മളും പോകേണ്ടതുണ്ട്. നരോത്തമദാസ് ഠാക്കൂറും പറയുന്നുണ്ട്, ഛാടിയ വൈഷ്ണവ സേവ നിസ്താര പായച്ചേ കേവ. അതായത് വൈഷ്ണവ സേവനമില്ലാതെ നമുക്ക് ആ ഏറ്റവും ഉന്നതമായ തത്വം മനസ്സിലാക്കാനോ അറിയാനോ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വൈഷ്ണവർ കാണിച്ചു തരുന്ന ആ പാത പിന്തുടരണം. അത് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എടുത്തു പറയുന്നത്, നമ്മൾ പഞ്ചതത്വ എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യനും ഗദാധര പണ്ഡിതനും ശ്രീവാസ് മുതലായ ഭക്തന്മാരും, എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പഞ്ചതത്വ മഹാമന്ത്രത്തിലും നമ്മൾ പറയുന്നത് ശ്രീവാസ ആദി ഗൗരഭക്ത വൃന്ദ അല്ലേ. അപ്പോൾ ശ്രീവാസ് മുതലായ എന്ന് പറഞ്ഞാൽ ശ്രീവാസാണ് അവരിൽ പ്രധാനി. ശ്രീവാസ ഠാക്കൂറിനോടൊപ്പം ഉള്ള അനേകം ഭഗവാന്റെ പാർഷദരായിട്ടുള്ള, ഭഗവാന് വളരെ പ്രിയങ്കരായിട്ടുള്ള വൈഷ്ണവരുടെ എല്ലാവരുടെയും അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്ക് വേണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. അതിന് ഉദാഹരണവും ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്നെ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ജരാസന്ധൻ എന്ന് പറയുന്ന രാജാവ് നമുക്കെല്ലാവർക്കും അറിയാം, കംസന്റെ അമ്മായി അച്ഛനായ ജരാസന്ധൻ. അപ്പൊ ജരാസന്ധൻ വൈദിക വിധിയിലൂടെ വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്ന രാജാവാണ്. മനസ്സിലാകുന്നില്ലേ? ജരാസന്ധൻ വൈദിക വിധിക്ക് അനുസൃതമായിട്ട് വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് പോന്ന വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ജരാസന്ധനെ പറ്റി പറയുമ്പോൾ ഇയാളൊരു അസുരബുദ്ധിയാണെന്ന് നമ്മൾ പറയുന്നത്? കാരണം ഏത് വിഷ്ണുവിനെയാണോ ആരാധിക്കുന്നത് അദ്ദേഹം സ്വയം കൃഷ്ണനായി ജരാസന്ധന്റെ മുന്നിൽ വന്നപ്പോൾ ആ ഭഗവാനെ ജരാസന്ധൻ അംഗീകരിക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വിഷ്ണുവിനെ പൂജിക്കുന്നവനായിരുന്നിട്ട് പോലും വിധിവശാൽ വിഷ്ണുവിനെ പൂജിക്കുന്നു എന്ന് അയാൾ അപ്പോൾ ചെയ്തത് എന്താണ്? വെറും ഒരു നാട്യം മാത്രം അല്ലേ. വിധിവശാൽ വിഷ്ണുവിനെ പൂജിക്കുന്നു എന്ന് ജരാസന്ധൻ ശരിയായ വിധിവശാലാണ് അദ്ദേഹം വിഷ്ണുവിനെ പൂജിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു വിധി ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ കൃഷ്ണനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ ആത്മീയമായ ഔന്നത്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനോട് ചേർത്താണ് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, ഇതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പരമപുരുഷനായി അംഗീകരിക്കാത്ത വ്യക്തിയെയും ഒരു അസുരനായി തന്നെ കാണാം. കൃഷ്ണനാഹി മാനെ താത്തെ ദൈത്യകരി മാനി ചൈതന്യന മാനിലെ തായ്ച്ചെ
ദൈത്യ താരെ ജാനി. അതായത് കൃഷ്ണനെ അംഗീകരിക്കാത്തവൻ ദൈത്യനായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ചൈതന്യനെ മാനിലെ താഴ്ച ദൈത്യ താരെ ജാനി. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നില്ലാത്തവനെയും നമ്മൾ അസുരനായിട്ട് തന്നെ കാണുന്നു. അടുത്തതായിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ടിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, എപ്രകാരമെങ്കിലും ഈ കാണുന്നവരെല്ലാവരും എന്നെ അംഗീകരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവരെല്ലാവരും നശിച്ചു പോകും. അതുകൊണ്ട് ഒരു സന്യാസി എന്നെങ്കിലും വിചാരിച്ചുകൊണ്ട് ഇവർ എനിക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ അവന് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളെല്ലാം അകലുകയും ആത്യന്തികമായി അവന് മോക്ഷപദപ്രാപ്തിയിലേക്ക് അർഹത കിട്ടുകയും ചെയ്യും. അങ്ങനെ കൃപാർദ്രനായിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചത് എന്ന് അടുത്തതായിട്ട് ഈ അധ്യായത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, കീർത്തനാ ദേവകൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്, അല്ലേ? അതായത് കൃഷ്ണകീർത്തനം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അത് ഇവിടെ ചൈതന്യ ചരിതാമൃതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിലൂടെ വേണം നമ്മൾക്ക് കിട്ടുവാനായിട്ട്. എന്തുകൊണ്ടാണ്? ഇത് ഏറ്റവും സുലഭമായിട്ട് കലിയുഗത്തിൽ തന്നിട്ടുള്ളത് ചൈതന്യ മഹാപ്രഭു മാത്രമാണ്. ഇത് ഇത്രയും സുലഭമായിട്ട് തന്നിരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ, നമ്മളല്ല, രൂപഗോസ്വാമി പറഞ്ഞത്, നമോ മഹാവദന്യായ കൃഷ്ണപ്രേമ പ്രദായത്തെ. മഹാവദന്യായ, ഏറ്റവും കൂടുതൽ കാരുണ്യവാനായ. അപ്പോൾ അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ചില സമയത്ത് കൃഷ്ണൻ സ്വയം അവതരിക്കും, ചില സമയത്ത് കൃഷ്ണൻ തൻ്റെ ഭക്തന്മാരെ അയക്കും. നമുക്ക് വേണ്ടിയിട്ട് വളരെ കരുണയോട് കൂടിയിട്ട് അർജുനനോട് പറയുന്നു എന്ന രീതിയിൽ ഭഗവത്ഗീത നമുക്ക് തരും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലായ്പ്പോഴും ഭഗവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മായാബദ്ധരായിട്ടുള്ള എൻ്റെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കളെ എനിക്ക് തിരിച്ചു വേണം. ഇതാണ് ഭഗവാന്റെ ആഗ്രഹം, ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. അതായത് എങ്ങനെയോ ഇവരെല്ലാവരും മായാബദ്ധരായി ഇവിടെ അകപ്പെട്ടു പോയി. അപ്പോൾ ഏതെങ്കിലും വിധേന എനിക്ക് ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ ഉദ്ദേശത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അർജുനനെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭഗവത്ഗീത പറയുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? പിൽക്കാലത്തിൽ വരുന്നവരെല്ലാവരും ഇത് വായിച്ച് അങ്ങനെയെങ്കിലും അവർ മായയിൽ നിന്നും മുക്തരാകട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇത്രയെല്ലാം ചെയ്തിട്ടും ഒരുവൻ ഭഗവാനെ ആദരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ തീർച്ചയായിട്ടും ഒരു അസുരനായിട്ട് തന്നെ കാണണം. ഇനി അവൻ സമൂഹത്തിൽ വലിയ ഒരു പദം അലങ്കരിക്കുന്നവനാണെങ്കിൽ പോലും. ശ്രീല പ്രഭുപാദർ അവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അസുര എന്ന വ്യക്തി, ആ വാക്കിനെ നമ്മൾ നിർവചിക്കുന്നത് ഏതൊരു വ്യക്തി ഭഗവത് ഭക്തിയുത സേവനത്തിനെതിരായി നിലകൊള്ളുന്നുവോ ആ വ്യക്തിയെ അസുരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രഭുപാദർ പറയുന്നുണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കാതെ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആശ്രയം സ്വീകരിക്കാതെ കൃഷ്ണനെ നേരിട്ട് ആരാധിക്കാം എന്ന് ചിന്തിക്കുന്നവൻ മൂഢനാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ ആരാധിച്ചുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അവഗണിക്കാൻ എന്ന് കരുതുന്നവനും മൂഢനാണ് എന്ന് ശ്രീല പ്രഭുപാദർ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിലൂടെ കൃഷ്ണഭക്തി നേടുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും
സുലഭമായിട്ടുള്ള വഴി എന്നുള്ളത് കൊണ്ടിട്ടാണ്. പ്രഭുപാദർ അനേകം ഇടങ്ങളിൽ പറയുന്നുണ്ട്, കൃഷ്ണൻ എന്താണ് പറഞ്ഞു തീർത്തിട്ട് പോയത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷൻ കൃഷ്ണൻ ഒരു നിബന്ധന വെച്ച് തന്നിട്ടാണ് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്, അല്ലേ? ആ നിബന്ധന പാലിക്കുന്നവന് മാത്രമേ ഞാൻ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും തുടച്ചു നീക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിബന്ധന വെച്ചു, ശരിയല്ലേ? പക്ഷേ ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? ഒരു നിബന്ധനയുമില്ല. ആർക്ക് വേണമെങ്കിലും നാമം ജപിക്കാം. ഇനി അവൻ എത്ര വലിയ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, അവൻ ഇനി പാഷണ്ഡിയാണെങ്കിലും, അവൻ ഇനി തർക്കിക്കുന്ന കുതർക്കം പറയുന്നവനാണെങ്കിലും, ഇങ്ങനെയെല്ലാം ഉള്ളവർക്കെല്ലാവർക്കും, ഇനി അവൻ വലിയ വേദാന്തി ആയിരിക്കാം, ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവനെല്ലാവർക്കും, അങ്ങനെയുള്ള എല്ലാവർക്കും കൃഷ്ണപ്രേമം തന്നെ കൊടുക്കുകയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഇത്രയും നൽകുന്ന ഈ മഹാപ്രഭുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെ അസുരൻ എന്നല്ലാതെ എന്താണ് പറയുക? ഇനി അടുത്തതായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഇനി അഥവാ നമ്മൾ ന്യായം വച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും ശ്രീകൃഷ്ണ ചൈതന്യ ദയ കരഹ വിചാര കരിത്തെ ചിത്തെ പാപേ ചമത്കാര, അതായത് കുതർക്കങ്ങളില്ലാതെ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ആരാധിക്കാൻ ശ്രമിക്കൂ. ഇനി തർക്കത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും അത് നിങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ന്യായം വച്ച് മാത്രമാണ് നോക്കുന്നത് എന്നിരുന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ആ സമൂഹത്തിലെ ഓരോ മനുഷ്യരാശിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്താണോ ഒരു വ്യക്തി നൽകുന്നത്, അയാളായിരിക്കണമല്ലോ ഏറ്റവും കാരുണ്യവാൻ, അല്ലേ? ആത്യന്തികമായി സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും തുല്യമായ ഗുണം നൽകുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണമല്ലോ ഏറ്റവും കാരുണ്യവാൻ. അതുകൊണ്ട് ഇവിടെ ഗോസ്വാമി പറയുകയാണ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭുവാണ് ഒരു ലോഭവുമില്ലാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം തുല്യമായി കൊടുത്തു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു തർക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് വച്ച് നോക്കുകയാണെങ്കിൽ പോലും ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും കാരുണ്യവാനാണ്. ഇദ്ദേഹം പറയുകയാണ്, അതായത് ഇനി നിങ്ങൾ തർക്കിക്കുകയാണല്ല, ഇദ്ദേഹത്തെക്കാൾ കാരുണ്യവാനായ വേറൊരാളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിരൂപിക്കും, നിങ്ങൾ അതിന് ഉള്ള നിങ്ങളുടെ വാദങ്ങൾ കൊണ്ടുവരൂ. എന്നിട്ട് ഞാൻ പറയുന്നു ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നു, ഇതാണ് ഓരോ വ്യക്തിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ഗുണമുള്ള കാര്യം ചെയ്തതിനാൽ തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിനെ തന്നെ ഏറ്റവും കാരുണ്യവാനായിട്ട് നിങ്ങളെല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതൊന്ന് പ്രഭുപാദർ അവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇഹ ഹൈത്തെ സർവസിദ്ധി ഹൈബേ സബാര. അതായത് ചൈതന്യ മഹാപ്രഭു പറയുന്നു, നിങ്ങൾ ഈ കൃഷ്ണാവബോധത്തിൽ കൃഷ്ണഭക്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പരിപൂർണതകളും ഉണ്ടാകും. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ് ഒരുവൻ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടണം, നാമം ജപിക്കണം എന്നുള്ളത് വന്നു കഴിയുമ്പോൾ ഗോസ്വാമി പറയുകയാണ്, ഇനി നിങ്ങൾ ബഹുജന്മ കരേ യതി ശ്രവണ കീർത്തന തബു താന പായ കൃഷ്ണപദേ പ്രേമധന. അതായത് എത്രയോ ജന്മങ്ങളിലൂടെ നിങ്ങൾ ശ്രവണവും കീർത്തനവും നടത്തിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണന്റെ പാദത്തിലുള്ള പ്രേമധനം ലഭിക്കാതെ വരും. എപ്പോഴാണ് ലഭിക്കാതെ വരിക? എപ്പോൾ ഒരിക്കൽ നമ്മുടെ ശ്രവണവും കീർത്തനവും 10 വിധത്തിലുള്ള അപരാധങ്ങളാൽ നിറഞ്ഞിരിക്കുന്നുവോ അപ്പോൾ
ബഹുജന്മേ ബഹുജന്മ കരേ യതി ശ്രവണ കീർത്തന തബു തനാപ്പായ കൃഷ്ണപാദേ പ്രേമധന. അപ്പോൾ കൃഷ്ണന്റെ പാദത്തിലുള്ള പ്രേമധനം ലഭിക്കാതെ പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം നമ്മുടെ നാമ അപരാധമാണ്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. യു ഷുഡ് ഓൾവേസ് ചാൻറ്റ് 16 റൗണ്ട്സ് എവറി ഡേ വിത്തൗട്ട് ഒഫൻസസ്. ഈ വിത്തൗട്ട് ഒഫൻസസ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. പ്രഭുപാദൻ എല്ലായ്പ്പോഴും പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയും, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം അപരാധരഹിതമായി ജപിക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിൽ പത്മപുരാണത്തിൽ നൽകിയിട്ടുള്ള ദശവിധ നാമാപരാധത്തെ കുറിച്ചിട്ട് വളരെ നീണ്ട ഒരു ചർച്ച ശ്രീല പ്രഭുപാദൻ ആ ഭാവാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. അതായത് എപ്രകാരമാണ് ഈ അപരാധങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരികാൻ കഴിയുക എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ എന്ന പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കുന്ന ഉടനെ തന്നെ ഒരുവന് ആനന്ദമൂർച്ഛയുണ്ടാകുമെന്നും അതിനുശേഷം അവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അവൻ അപരാധങ്ങളിൽ നിന്നും മുക്തനാകും എന്നുമാണ് ശ്രീല പ്രഭുപാദർ നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിനോട് ചേർത്താണ് അദ്ദേഹം പറയുന്നത്, നാമം ജപിക്കുമ്പോൾ 10 വിധത്തിലുള്ള അപരാധങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. അത് പത്മപുരാണത്തിലാണ് ഈ 10 വിധത്തിലുള്ള അപരാധങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള. സതാം നിന്ദ നാംന പരമം അപരാധം വിതനുതേ യഥഖ്യാതിം യാതം കഥം ഉസഹതേ തദ്വിഗർഹ. അതായത് സതാം നിന്ദ, സദ്വ്യക്തികളെ നിന്ദിക്കുക. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പരിപൂർണനാണെന്ന് തന്നെ നമ്മൾ സ്വീകരിക്കണം. ഒരിക്കലും ഈ നാമപ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, നാമം പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ നാമം നമുക്ക് ആരാണോ നൽകിയിരിക്കുന്നത് ആ മഹാനിൽ നിന്നും നമുക്ക് അത് പ്രചരിപ്പിക്കാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് ഇത് സാധിക്കുള്ളൂ. ഇല്ലാതെ സ്വന്തം ശക്തി കൊണ്ടിട്ട് നമുക്ക് ആർക്കും നാമം പ്രചരിപ്പിക്കാൻ സാധ്യമേ അല്ല. അപ്പോൾ നമ്മൾ നാമം ഒരാളോട് ജപിക്കാൻ പറഞ്ഞിട്ട് അയാൾ ജപിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കൊണ്ടല്ല, എന്നെ നാമം പറയിച്ച, എനിക്ക് ആ നാമം തന്ന വ്യക്തി എന്നിലൂടെ വേറൊരാൾ നാമം ജപിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വ്യാസപൂജയുടെ അന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ജയപതാകസ്വാമി പറയുകയുണ്ടായി, ഭക്തി നിത്യാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസ ശിഷ്യനാണ്. അദ്ദേഹം ആദ്യമായിട്ട് മായാപൂരിലേക്ക് പോയത്, അദ്ദേഹം കൽക്കട്ടയിൽ ഉപരിപഠനം എന്തോ നടത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ മായാപൂരിൽ വന്ന് ബ്രഹ്മചാരിയായിട്ട് അവിടെ ചേർന്നിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അനുജനെ അവിടെ നിന്നും അടർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നത് അത്രേ. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ ആരോ ഇദ്ദേഹത്തെ പിടിച്ച് ജയപതാകസ്വാമിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എന്താണ് വന്നിരിക്കുന്നത്? ഞാൻ എൻ്റെ അനുജനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ ജയപതാകസ്വാമി പറഞ്ഞു, വളരെ നല്ല കാര്യം, നിങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, പക്ഷെ നിങ്ങളൊരു 2 ദിവസമെങ്കിലും ഇവിടെ നിന്ന് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നെല്ലാം കണ്ടിട്ട് പോയാൽ മതി എന്ന് ജയപതാകസ്വാമി ഗുരുദേവൻ എന്നോട് പറഞ്ഞു എന്ന് ഭക്തി നിത്യാനന്ദ സ്വാമി തലേ ദിവസം പറയുകയാണ്. തലേ ദിവസമോ അന്ന് രാവിലെയോ പറയുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള വ്യാസപൂജയുടെ സമയത്ത് ഗുരു മഹാരാജ് പറയുകയാണ്, ഭക്തി നിത്യാനന്ദ സ്വാമി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭക്തി നിത്യാനന്ദ സ്വാമി പറഞ്ഞത്, 2 ദിവസം എന്നോട് ഇദ്ദേഹം നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 മണിക്കൂർ പോലും ഞാൻ നിൽക്കില്ല, എനിക്ക് ഉടനെ പോകണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾ ഞാൻ പറയുന്നല്ലേ, എൻ്റെ ഒരു
ഒരു അഭ്യർത്ഥനയെങ്കിലും മാനസങ്ങൾ ഒരു ദിവസമെങ്കിലും നിന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 2 ദിവസം നിൽക്കാൻ ഉദ്ദേശിച്ച് ഞാൻ പിന്നെ പോയതേ ഇല്ലാതെ ഇപ്പൊ സന്യാസിയുമായി ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ജയപ്രകാശസ്വാമി പറഞ്ഞു, സത്യമായിട്ടും ഇദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുമില്ല. ഇദ്ദേഹത്തെ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകണമെന്ന് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നു. തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ജയപ്രകാശസ്വാമി ഗുരു മഹാരാജ് പറയുകയാണ്, തീർച്ചയായിട്ടും ശ്രീല പ്രഭുപാദർ എന്നെ കൊണ്ട് ആ വാക്കുകൾ പറയിച്ചതാണ്, അല്ലാതെ ഞാനായിട്ട് ഇദ്ദേഹത്തെ നിർത്തിയതല്ല. വളരെ വരിഷ്ഠനായ ഒരു സന്യാസ ശിഷ്യന്റെ അടുത്ത് പറയുകയാണ് അദ്ദേഹം, ഞാനല്ല നിന്നെ പിടിച്ചു നിർത്തിയത്, എൻ്റെ ഗുരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുരുനിഷ്ഠയിലൂടെയാണ്, ഗുരുനിഷ്ഠ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളിലൂടെ ഈ ഗുരുവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ അധീനതയിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാമാപരാധം, പ്രത്യേകിച്ച് വൈഷ്ണവരെ നിന്ദിക്കുക എന്നുള്ള നാമാപരാധത്തിൽ നിന്നും നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള അപരാധങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശിവസ്യ ശ്രീ വിഷ്ണു യൈഹ ഗുണനാമാദി സകലം ദിയാ ഭിന്നം പശ്യേത് സകലു ഹരിനാമ അഹിതകര. അതായത് ഹരിനാമത്തിന് തുല്യമാണ് മറ്റുള്ള നാമങ്ങൾ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. 3-ാമത്തെ അപരാധമായ ഗുരോർ അവജ്ഞ, അതായത് ഗുരു ഒരു ഭൗതിക വ്യക്തിയാണ് എന്ന് ചിന്തിക്കുക, അപ്രകാരം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരിക്കുക. 4-ാമത്തേത് ശ്രുതി ശാസ്ത്ര നിന്ദനം, അതായത് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങളെ നിന്ദിക്കുക. 5-ാമത്തേത് അർത്ഥവാദ, അതായത് ഈ ദിവ്യനാമത്തിന് ഇത്രയുമെല്ലാം അധികം ഗുണങ്ങളുണ്ട്, മഹാത്മ്യമുണ്ട് എന്ന് പറയുന്നു, ഇതെല്ലാം ഇവർ കൂട്ടിപ്പറയുന്നതാണ് എന്നുള്ള ധാരണ. 6-ാമത്തേത് ഹരിനാംനി കൽപ്പനം, അതായത് ഭഗവാന്റെ ഈ ദിവ്യനാമങ്ങളെല്ലാം കാൽപ്പനികമാണ് എന്ന് ചിന്തിക്കുക. 7-ാമത്തെ അപരാധം എന്ന് പറയുന്നത് നാംനോ ബലാദ് യസ്യ ഹി പാപബുദ്ധിർ ന വിദ്യതേ തസ്യ യമേർ ഹി ശുദ്ധി. അതായത് ഈ നാമത്തിൻ്റെ ബലത്തിൽ എനിക്ക് പാപങ്ങൾ ചെയ്യാം എന്നും അങ്ങനെ ഓരോ പാപം ചെയ്തിട്ടും ആ പാപം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും ഹരിനാമം ജപിക്കാം എന്ന് ചിന്തിക്കുന്നത് അപരാധമാണ്. 8-ാമത്തെ അപരാധം ധർമ്മം വ്രതത്യാഗ ഹുദാതി സർവ ശുഭക്രിയാ സാമ്യം അഭിപ്രമാദ. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ധർമ്മവ്രതം, ത്യാഗം, ഹുത, ഇങ്ങനെയുള്ള ആഹൂതി, ഇങ്ങനെയുള്ള കാര്യങ്ങളോടെല്ലാം ഇതിനെ താരതമ്യം ചെയ്യുന്നത് ഒരു തെറ്റാണ്. 9-ാമത്തെ അപരാധം എന്ന് പറയുന്നത് അശ്രദ്ധാനേ മുമുഖേപി അശൃണ്വതി യശ്ചോപദേശ ശിവനാമാപരാധ. അതായത് ദിവ്യനാമത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് അതിൽ യാതൊരു താല്പര്യവുമില്ലാത്ത, അല്ലെങ്കിൽ അതിൽ ഒരു വിശ്വാസവുമില്ലാത്ത വ്യക്തികളോട് പറയുക, അത് നാമത്തിന് എതിരെ ചെയ്യുന്ന അപരാധമാണ്. 10-ാമത്തെ അപരാധമാണ് ശ്രുതേപി നാമ മാഹാത്മ്യേ യപ്രീതിരഹിതോ നരഃ അഹം മമാതി പരമോ നാംനിസോ അപ്പി അപരാധകൃത്. അതായത് നാമത്തിൻ്റെ മാഹാത്മ്യം ഇത്രയും അധികം കേട്ടതിന് ശേഷവും അഹം മമേതി എന്നുള്ള ഭാവം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നാമത്തോട് ചെയ്യുന്ന അപരാധമാണ്. നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് 10 നാമാപരാധങ്ങളെ കുറിച്ചിട്ട് ശ്രീല പ്രഭുപാദർ അത് ഭാവാർത്ഥത്തിൽ വർണ്ണിക്കുകയാണ്. ഇവിടെ കവിരാജ ഗോസ്വാമി അതിനെക്കുറിച്ച് ജസ്റ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇനി എത്ര കാലം ബഹുജന്മ കരേ യതി ശ്രവണ കീർത്തന. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതായത് എത്രയോ ജന്മങ്ങൾ ശ്രവണവും കീർത്തനവും നടത്തിയിട്ടും കാര്യമില്ല, അപരാധമുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സാക്ഷാത്കാരവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ ഹരിഭക്തി എന്ന് പറയുന്നത് വളരെ സുദുർലഭമായിട്ടുള്ളതാണ്. ജ്ഞാതഃ സുലഭാ മുക്തിർ ഭുക്തിർ യജ്ഞാതി പുണ്യതഃ സേയം സാധന സഹസ്രേർ ഹരിഭക്തി സുദുർലഭ. അതായത് ജ്ഞാനത്തിലൂടെ മുക്തി കിട്ടും, യജ്ഞത്തിലൂടെയും പുണ്യത്തിലൂടെയും ഭുക്തി കിട്ടും. പക്ഷേ ഹരിഭക്തി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്താലും, ശ്രേയം സാധന സഹസ്രേയം, ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്താലും
ഹരിഭക്തി എന്ന് പറയുന്നത് കിട്ടില്ല. യജ്ഞവും പുണ്യവും എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഭുക്തി കിട്ടും, ജ്ഞാനത്തിലൂടെ കൈവല്യമുക്തിയും കിട്ടും. പക്ഷേ ഹരിഭക്തി എന്ന് പറയുന്നത് ഏറ്റവും ദുർലഭമാണ്. അപ്പോൾ ആ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, പ്രഹ്ലാദൻ പറയുന്നുണ്ട്, മതിർന്ന കൃഷ്ണേ പരതസ്വതോവ മിഥോപിപദ്യേത ഗ്രഹവ്രതാനാം അദാന്തഗോഭിർ വിശദം തമിശ്രം പുനഃ പുനഃ ചർവിത ചർവണാനാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തികൾ ഭൗതിക ജീവിതത്തിന് പൂർണ്ണമായും അടിമപ്പെട്ടുകൊണ്ട് ചവച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചവച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മതിർന്ന കൃഷ്ണേ പരതസ്വതോവ, അവർക്ക് അവരുടെ മതി, അവരുടെ ബുദ്ധി ഒരിക്കലും കൃഷ്ണന് നേരെ തിരിയുന്നതേയില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി, നമ്മൾ ഇതെല്ലാം പറഞ്ഞാലും ഇയാളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള ഈ വാചകം നമ്മൾ ഓർത്തിരുന്നാൽ മതി. മതിർന്ന കൃഷ്ണേ പരതസ്വതോവ മിഥോപിപദ്യേത ഗ്രഹവ്രതാനാം അദാന്തഗോഭിർ വിശതം തമിശ്രം. അതാണ് അവരെല്ലാവരും ആ തമിശ്രം, ഏറ്റവും തമസ്സായിട്ടുള്ള ലോകത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമില്ല. അതുകൊണ്ട് വീണ്ടും ചവച്ചതിനെ തന്നെ ചവച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് വീണ്ടും വീണ്ടും ഭൗതിക ലോകത്തിൽ ഭൗതിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ തുടരുന്നു. അതിലുള്ള എത്ര ചവച്ചിട്ടും അതിൽ രസമില്ലാതെ ആയിട്ടും അവർ അത് തിരിച്ചറിയുന്നതേയില്ല. അപ്പോൾ ഹരിഭക്തി എന്ന് പറയുന്നത് എത്ര സുദുർലഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിനോട് ചേർത്ത് ഗോസ്വാമി പറയുകയാണ്, ഇനിയിപ്പോൾ ഭുക്തിയോ മുക്തിയോ ആണ് ഒരു വ്യക്തി ചോദിക്കുന്നതെങ്കിൽ അതുപോലും പെട്ടെന്ന് കൃഷ്ണൻ കൊടുക്കും. പക്ഷേ പ്രേമഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഭഗവാൻ പ്രേമഭക്തി എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. എന്തുകൊണ്ടാണ്? ആ പ്രേമഭക്തി ഭഗവാൻ ആർക്കെങ്കിലും ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്, അല്ലേ? പാതുക തലയിൽ വെച്ച് നടക്കണം, ഉരലിൽ കെട്ടിയിട്ടാൽ നിന്ന് കൊടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് വില്വമംഗല ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്, മുക്തി സ്വയം മുകളിതാൻ ജലിസേവത്തെ സ്മാൻ. അതായത് മുക്തി സ്വയം മുകളിതാഞ്ജലി, അതായത് രണ്ട് കൈകളും അഞ്ജലിബദ്ധമായിട്ട് മുക്തി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കും. ആരുടെ മുന്നിൽ? പ്രേമഭക്തിയുള്ള ഭക്തന്റെ മുന്നിൽ മുക്തിദേവി വന്നിട്ട് തൊഴുതുകൊണ്ട് നിൽക്കും. അപ്പോൾ പ്രേമഭക്തി എത്ര സുദുർലഭമാണ്, ഇതിലും ദുർലഭമാണ് പ്രേമഭക്തി. അപ്പോൾ ആ പ്രേമഭക്തി എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും അമൂല്യമായ നിധിയാണ്. അതിൻ്റെ മുന്നിൽ ഈ സായുജ്യമുക്തി എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അതിന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. കാരണം പ്രേമഭക്തി ഇനിയിപ്പോൾ അത് മാധുര്യപ്രേമം അല്ലെങ്കിൽ പോലും ദാസ്യമോ സാഖ്യമോ വാത്സല്യമോ ആണെങ്കിൽ പോലും അതിലുള്ള രസം എന്ന് പറയുന്നത് കൈവല്യത്തെക്കാൾ എത്രയോ ഉയർന്നതാണ്. നമ്മൾ മാധുര്യപ്രേമ ഭക്തിയിലേക്ക് പോവുകയേ വേണ്ട. ദാസ്യം, സാഖ്യം, വാത്സല്യം എന്നിവയാണെങ്കിൽ പോലും അതിനുള്ള മാധുര്യം പോലും നമുക്ക് ഈ പറയുന്ന കൈവല്യത്തിലില്ലേ ഇല്ല. അപ്പോൾ ഏറ്റവും വിരളമായിട്ടുള്ള ഈ പ്രേമഭക്തിയെ ഭഗവാൻ എല്ലായ്പ്പോഴും ഒളിപ്പിച്ചു വച്ചിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ വളരെ നിശിതമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, അല്ലേ? വളരെ കണിശമായിട്ടാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. പക്ഷെ മഹാപ്രഭു എന്ത് ചെയ്തു? ഇതെല്ലാം തുറന്നിട്ടിട്ട് പറഞ്ഞു, എല്ലാവരോടും വന്ന് ഇത് കൊള്ളയടിച്ചുകൊണ്ട് പോയിക്കൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണപ്രേമത്തിന്റെ ഭണ്ഡാരം ഞാൻ ഇതാ തുറന്നിട്ടിരിക്കുന്നു, ഇതിലാവുന്നിടത്തോളം എടുത്തുകൊണ്ട് പോയിക്കോളൂ, എത്ര പേര് വേണമെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പാതയിലൂടെ മാത്രമേ നമുക്ക് ഈ മാധുര്യ പ്രേമഭക്തി എന്ന് പറയുന്നത് കിട്ടുള്ളൂ. ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിലൂടെ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ അപ്രകാരം ചൈതന്യ മഹാപ്രഭു ഈ ഏറ്റവും ദുർലഭമായിട്ടുള്ള പ്രേമഭക്തി എല്ലാവർക്കും ജഗായ് മഥായ് എന്നിവരെ പോലെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് പോലും അദ്ദേഹം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രനാണ് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. ഇതെല്ലാം ഗോസ്വാമി പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് നമ്മൾ അധ്യായത്തിന്റെ അവസാനം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ എന്ന് പറഞ്ഞു തീരുമ്പോഴത്തേക്കും തന്നെ അല്പമെങ്കിലും ഹൃദയത്തിൽ അലിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ആനന്ദ അതിരേകത്തിലൂടെ അവൻ്റെ കണ്ണുകളിലെല്ലാം കണ്ണുനീർ വന്ന് നിറയും. ഗോസ്വാമി പറയുകയാണ്. എന്തിനേറെ പറയാൻ, നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ കൃഷ്ണപ്രേമത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരുവനിൽ ദൃശ്യമാകും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാമജപം നമ്മൾ നല്ല രീതിയിൽ അപരാധരഹിതമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം എന്ന് പറയുന്നത് എത്രയോ കോടാനുകോടി ജന്മങ്ങളായിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ചിലവഴിച്ചിരിക്കുന്നത് കൊണ്ട് ഗോസ്വാമി പറയുന്നു, നമ്മുടെ എല്ലാം ഹൃദയം എന്ന് പറയുന്ന കാരിരുമ്പ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ വെള്ളമൊഴിച്ച് അലിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയേയില്ല. ശരിക്കും ഇതിനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂട് പഴുപ്പിച്ച് തരലാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ചൈതന്യ ചന്ദ്രോദയ എന്നല്ല പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും നിലാവിൻ്റെ കുളിർമയേകുന്ന അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് നമ്മുടെ ആരുടെയും ഈ കാരിരുമ്പ് പോലത്തെ ഹൃദയത്തെ അടിച്ച് പഴുപ്പിക്കാൻ ചൈതന്യ മഹാപ്രഭു തയ്യാറായിട്ടില്ല. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും ഇത്രയും കാരിരുമ്പ് പോലെ ഇരിക്കുന്ന ഈ ഹൃദയത്തെ, ഒരു തുള്ളി കണ്ണുനീർ പോലും വരാത്ത ഈ കണ്ണിനെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും രോമാഞ്ചം ഉയർന്നു നിൽക്കാത്ത നമ്മുടെ ശരീരത്തെ, ഇതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ശക്തിയുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ എടുക്കുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന, ഗുരുമുഖമായി ലഭിച്ചിരിക്കുന്ന ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നതിനെ നമ്മൾ ഏറ്റവും ലാഘവത്തോടുകൂടി കാണുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ്? അതിന് നിയമമില്ല, കാലമില്ല, അല്ലേ? എപ്പോൾ വേണമെങ്കിലും സ്മരിക്കാം. ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് നമുക്ക് തോന്നുന്നത് അപ്പം ഇത്രയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ പറയുന്നതെല്ലാം, എല്ലാ സിദ്ധികളും, നമ്മൾ സംസാരിക്കുന്ന എല്ലാ സിദ്ധികളും നമ്മുടെ എല്ലാ പാപങ്ങളെയും തുടച്ചു നീക്കുവാനായിട്ട്, നമ്മുടെ ഈ ഭവലോകത്തിലുള്ള നമ്മുടെ അസ്തിത്വത്തിന് തന്നെ അന്ത്യം കുറിക്കുവാൻ മാത്രം ശക്തിവത്താണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നുള്ളത്. അതായത് ഇനി അങ്ങോട്ടേക്ക് ഭൗതിക അസ്തിത്വം ഇല്ലാതാക്കി തരുവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് കഴിയും. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? ഒരു അപരാധം പോലും ഇല്ലാതെ നമ്മൾ ജപിക്കണം. അപ്പോൾ എന്നിട്ട് ഗോസ്വാമി പറയുകയാണ്, നമ്മൾ വീണ്ടും വീണ്ടും ഈ നാമം ജപിച്ചിട്ടും നമുക്ക് പ്രേമമുണ്ടാകുന്നില്ല, നമ്മുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? അപരാധത്തിൻ്റെ ചെടികളെല്ലാം തഴച്ചു വളരുന്നതിനാൽ കൃഷ്ണനാമം എന്ന് പറയുന്നത് മുട്ടിടുന്നേയില്ല എന്നുള്ളതാണ്. കാരണം ഏതൊന്നിനെ വളരാൻ അനുവദിക്കരുതോ അതിനെ നമ്മൾ വളരാൻ അനുവദിക്കുമ്പോൾ ഏതൊന്നാണോ വളരേണ്ടത് അത് വളരാതെ പോകും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ജലം അപരാധമാകുന്ന കാട്ടുചെടികളിലേക്കാണോ ഒഴിക്കുന്നത്, അല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഈ അപരാധങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു വഴിയുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും നാമങ്ങൾ ഉരുവിടുന്നതോടൊപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവന് തീർച്ചയായിട്ടും കൃഷ്ണപ്രേമം ലഭ്യമാകും. എന്തുകൊണ്ടാണ്? കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം തുറന്ന
രണ്ട് പ്രധാനികൾ ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ഇവരെ സ്മരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ശക്തിയാണ്. ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും സ്മരിക്കുന്നത് തന്നെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കരമായ ഒരു ശക്തി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും തോളിൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് അങ്ങ് രാധാകൃഷ്ണ ഭജനയുടെ തലത്തിലേക്ക് വരെ എത്താൻ കഴിയുന്നതാണ്. ഇവർ രണ്ടുപേരും നമുക്ക് തോളിൽ ചാരി നിൽക്കാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ആര്? ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭു. അവർക്ക് അങ്ങനെ വലുപ്പ ചെറുപ്പമില്ല. ഇവൻ നല്ലവനാണോ ഇവൻ കള്ളനാണോ എന്നൊന്നും നോക്കില്ല. കള്ളനാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാരുണ്യം തരും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ മഹാവൃത്തികെട്ടവനാണെന്ന് ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാണ് കൂടുതൽ ചാൻസ്, അല്ലേ? ജഗായ് മഥായിക്കാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം കിട്ടിയതെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ജഗായ് മഥായെ പോലും നമ്മൾ ഓരോരിക്കലും നമുക്ക് ചിന്തിക്കാം, അല്ലെ? അവർക്ക് പോലും കിട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും കിട്ടും എന്നുള്ളത്. അതിനുശേഷം കവിരാജ് ഗോസ്വാമി പറയുന്നു, ഈ ചൈതന്യ ചരിതാമൃതം ഞാൻ രചിക്കുന്നതിന് മുൻപ് തന്നെ ചൈതന്യ മംഗളം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം വൃന്ദാവൻ ദാസ് ഠാക്കൂർ രചിച്ചിട്ടുണ്ട്. വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ പേര് ചൈതന്യ മംഗള എന്നായിരുന്നു. പിന്നീട് ലോചൻ ദാസ് ഠാക്കൂർ ചൈതന്യ മംഗള എന്ന് വേറൊരു ഗ്രന്ഥം രചിച്ചപ്പോഴാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര് ചൈതന്യ ഭാഗവതം എന്ന് മാറ്റിയത്. അപ്പോൾ കൃഷ്ണലീല ഭാഗവത്തെ കഹേ വേദവ്യാസ ചൈതന്യ ലീലാര വ്യാസ വൃന്ദാവനദാസ. അപ്പോൾ വൃന്ദാവൻദാസ് ഠാക്കൂറാണ് ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന ആ ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതിനുശേഷം വന്ന ഗ്രന്ഥമാണ് ഈ പറയുന്ന ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. അത് കേൾക്കുന്നവന്റെ എല്ലാ ദുർഭാഗ്യവും അവസാനിക്കുന്നു എന്നും ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ചൈതന്യ ഭാഗവതം ശ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ. അപ്പോൾ ഇതിനോട് ചേർത്ത് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മൾ ഈ ഭാഗവത ശ്രവണം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഗോസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, അവൈഷ്ണവ മുഖോദ്ഗീർണം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർപ്പോച്ഛിഷ്ടം യഥാപയ. അതായത് സർപ്പം തീണ്ടിയ പാല് പോലെയാകും അവൈഷ്ണവ മുഖോദ്ഗീർണം പൂതം ഹരികഥാമൃതം. ഹരികഥയാകുന്ന അമൃതം അവൈഷ്ണവന്റെ മുഖത്തിലൂടെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? സർപ്പോച്ഛിഷ്ടം യഥാപയ. പാലാണ്, പക്ഷെ സർപ്പം തീണ്ടിയതാണെങ്കിൽ എന്ത് സംഭവിക്കും? കുടിച്ചാൽ മരണം ഉറപ്പ്. അതായത് ഭാഗവതം അമൃതമാണ്, പക്ഷേ പറയുന്നത് അവൈഷ്ണവന്റെ മുഖത്തിൽ നിന്നാണെങ്കിൽ അത് വിഷം തീണ്ടിയ പാല് പോലെയാണ് എന്ന് പറയും. അതുകൊണ്ട് ആരിൽ നിന്ന് ശ്രവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഒരു ഭക്തൻ രചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണനാണ് ആ ഭക്തനിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ വൃന്ദാവൻ ദാസ് ഠാക്കൂർ രചിച്ച ചൈതന്യ ഭാഗവതമാണെങ്കിലും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രചിച്ച ചൈതന്യ ചരിതാമൃതമാണെങ്കിലും ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ ഇവരെ കൊണ്ട് എഴുതിച്ചതാണ്. അപ്പോൾ ആ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുമ്പോൾ ഒരു കാര്യം നമുക്കും കൂടെ മനസ്സിലാകുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ എഴുതിയതും പ്രഭുപാദർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും എഴുതുന്നത് ഞാനല്ല, ഇത് കൃഷ്ണൻ പറയുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ എഴുത്തുകാരൻ മാത്രമാണ്. പ്രഭുപാദർ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ലീലയുണ്ട്. ശ്രുതികീർത്തി പ്രഭുവിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രഭുപാദർ ഇരുന്നിട്ട് പ്രഭുപാദരുടെ കൃഷ്ണ ബുക്ക് തന്നെ പ്രഭുപാദർ അവരോട് വായിക്കാൻ പറഞ്ഞ് പ്രഭുപാദർ അത് കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം ഇവരോട് ചോദിക്കും, ലോകത്ത് ഏതെങ്കിലും ബുക്ക് രചയിതാവ് ഒരു പബ്ലിഷ് ചെയ്ത ബുക്ക് എടുത്തിട്ട് പിന്നെ വായിക്കാറുണ്ടോ? അപ്പോൾ ഇവർ പറയും, ഇല്ല പ്രഭുപാദർ, അവർക്ക് ആ റോയൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ബുക്കിന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ബുക്കൊന്നും എഴുതിയത് ഞാനല്ല, ഇത് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എഴുതി. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്രയും ആനന്ദം ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഞാനല്ല ഇത് രചിച്ചത്. അതുകൊണ്ടാണ് പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത്രയും അധികം ഈ പൊട്ടൻസി ഉള്ളതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ചൈതന്യ ചരിതാമൃതവും ചൈതന്യ ഭാഗവതവും എല്ലാം. അപ്പോൾ ചൈതന്യ ഭാഗവതത്തിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന്
ആദ്യം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്. എന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ അദ്ദേഹം പറയുന്നു, ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ പോലും ഭക്തനായി തീരും ചൈതന്യ ഭാഗവതം കേട്ടാൽ എന്ന്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകളെ തന്നെയാണ് വൃന്ദാവനദാസ് ഠാക്കൂർ, അതുകൊണ്ടാണ് ചൈതന്യലീലയിലെ വ്യാസൻ എന്ന് വിളിക്കുന്നത് വൃന്ദാവനദാസ് ഠാക്കൂറിനെയാണ്. കാരണം അദ്ദേഹമാണ് ചൈതന്യ ഭാഗവതം രചിച്ചത്. അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്, വൃന്ദാവനദാസ് ഠാക്കൂറിനെ ഞാൻ വീണ്ടും നമിക്കുന്നു എന്ന്. കാരണം വൃന്ദാവനദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തിൽ ചൈതന്യലീലയുടെ ഒരു ഭാഗം മാത്രമേ അദ്ദേഹം എഴുതിയുള്ളൂ. ബാക്കി അത് പൂർണ്ണമാക്കുവാനുള്ള ദൗത്യം കിട്ടിയത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്കാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ആദ്യം വൃന്ദാവനദാസ് ഠാക്കൂറിനെ നമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. കാരണം അദ്ദേഹം പറയുന്നു, വൃന്ദാവനദാസ് ഠാക്കൂറിന്റെ മാതാവായ നാരായണി മാതാജി അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉച്ഛിഷ്ടപ്രസാദം രുചിച്ചിട്ടുള്ള മഹാഭക്തയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. പക്ഷേ വൃന്ദാവനദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതം എഴുതിയപ്പോൾ അതിൽ പിന്നീടുള്ള ലീലകളിൽ പലതും വർണ്ണിക്കാതെ വിട്ടിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, വൃന്ദാവനത്തിലുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്കെല്ലാവർക്കും ആ പിൽക്കാല ലീലകളെല്ലാം കൂടുതൽ കേൾക്കാനും അറിയാനുമായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വൃന്ദാവനത്തിലെ ഗോവിന്ദദേവ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്ന ഹരിദാസ പണ്ഡിതൻ എന്ന് പറയുന്ന മറ്റൊരു ഗൗഡീയ വൈഷ്ണവ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിലെ രാധാഗോവിന്ദ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അനന്താചാര്യൻ എന്ന് പറയുന്ന മറ്റൊരു ഗൗഡീയ വൈഷ്ണവ ആചാര്യന്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, എന്ത് പറഞ്ഞു? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് പറഞ്ഞു, അങ്ങ് ചൈതന്യ മഹാപ്രഭുവിന്റെ ബാക്കിയുള്ള ലീലകൾ എഴുതണം എന്ന്. അതുപോലെ തന്നെ മറ്റ് ഭക്തന്മാരും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് ആവശ്യപ്പെട്ടു, അങ്ങ് ചൈതന്യ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ മുഴുവനും എഴുതണം എന്ന്. അപ്പോൾ ഇത്രയും അധികം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്നാൽ ഞാൻ ഇനി അങ്ങ്, അതായത് യാദവാചാര്യ, ഭൂഗർഭ ഗോസ്വാമി, ശിവാനന്ദ ചക്രവർത്തി എന്നുള്ളവരെല്ലാവരും അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം എഴുതണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതാൻ തുടങ്ങുന്ന കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് നന്നേ പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം ഇത് രചിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം യഥാർത്ഥത്തിൽ ഇതൊന്നും എഴുതാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എങ്കിൽ പോലും, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ദിവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിച്ചു, അദ്ദേഹം എഴുതി. പ്രായം അവിടെ ഒരു വിഷയമേ ആകുന്നില്ല. ശ്രീല പ്രഭുപാദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ അടുത്തിടെയായിട്ട് പ്രഭുപാദരെ ഡൽഹിയിലെ ചിപ്പിവാഡ ക്ഷേത്രത്തിൽ അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രഭുപാദരുടെ ശിഷ്യന്മാർ അതിനെക്കുറിച്ചിട്ടൊരല്പം ഗവേഷണം നടത്തി. അവിടെ ചിപ്പിവാഡയിൽ പോയി പ്രഭുപാദരെ പരിചയമുണ്ടായിരുന്ന ചിലരെ പോയി കാണുകയും അങ്ങനെ അവരെ കണ്ട് അവരോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുമായിരുന്നു, ഈ സ്വാമിജി ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ശാന്തശീലനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും വളരെ എനർജറ്റിക്, അതായത് അദ്ദേഹം നല്ല വൃദ്ധനായിരുന്നെങ്കിൽ പോലും എല്ലായ്പ്പോഴും നല്ല ഉന്മേഷവാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു ഭക്തൻ പറഞ്ഞു, ഇദ്ദേഹം രാത്രിയിൽ പോലും വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ. കാരണം അവിടെ ഇരുന്ന് ചിപ്പിവാഡ അവിടെ സമയം ചെലവഴിക്കുമ്പോഴാണ് പ്രഭുപാദർ ബാക്ക് ടു ഗോഡ് പ്രസിദ്ധീകരിക്കുന്നതും ഭാഗവത്തിൻ്റെ 1-2 സ്കന്ധങ്ങൾ ഇരുന്നിട്ട് എഴുതിയത് ഈ വൃന്ദാവനത്തിലും ഡൽഹിയിലും കൂടിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് എഴുതണം എന്ന ഒരു ഇത് കിട്ടിക്കഴിയുമ്പോൾ രാത്രി 1 മണിയാണെങ്കിൽ 2 മണിയാണെങ്കിൽ നോക്കില്ല, ഇരുന്ന് എഴുതാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹം ഉറങ്ങുകയേയില്ല. പിന്നെ രാവിലെ വരെ ഇരുന്ന് എഴുതും. ഇതെല്ലാം നമുക്ക് അമാനുഷികമായിട്ട് തോന്നും. പക്ഷെ എന്താണ്, ഭഗവാൻ ഭക്തനെ തിരഞ്ഞെടുത്ത് ആ ഭക്തനിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന് വേണ്ടുന്ന ശക്തിയെല്ലാം ഭഗവാനാണ് ആ ഭക്തന് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചൈതന്യ ചരിതാമൃതം എഴുതുമ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, എനിക്ക് ഈ മഹാഭക്തന്മാരെല്ലാവരും
അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് എഴുതാം എന്നുള്ള ഇത്രയും വലിയ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇത്രയും വൈഷ്ണവന്മാരെല്ലാം പറഞ്ഞെങ്കിലും എനിക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മദനമോഹന ക്ഷേത്രത്തിൽ പോയി മദൻ മോഹൻ ഭഗവാനെയും കണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ആജ്ഞ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി മദനമോഹന ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കാൻ പോയി. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ കവിരാജ ഗോസ്വാമി ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവത് വിഗ്രഹത്തിൽ കഴുത്തിൽ കിടന്ന ആ ഒരു മാല ഊരി താഴെ വീണു. അപ്പോൾ തന്നെ വൈഷ്ണവന്മാരെല്ലാവരും ഹരിബോൽ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയും അപ്പോൾ ആ പൂജാരി ആ മാല എടുത്തുകൊണ്ട് വന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ കണ്ഠത്തിൽ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും ആജ്ഞയോട് കൂടിയിട്ട് മാത്രമേ ഭക്തന്മാർ എന്തെങ്കിലും രചിക്കുവാനിരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? അവരുടെ ഉദ്ദേശം അതിലൂടെ മറ്റുള്ളവർക്ക് ഭക്തി ഉണ്ടാകണം, മറ്റുള്ളവരുടെ ഭക്തിക്ക് പരിപോഷിപ്പിക്കുന്ന രീതിയിലാകണം നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഞാൻ വെറും പാവക്കൂത്തിലെ ഒരു പാവ മാത്രമാണ്. മദനമോഹനനാണ് ഇത് മുഴുവൻ പറയുന്നത്. ഞാൻ വെറും ഒരു തത്ത പോലെ അതിനെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മദനമോഹനനും രഘുനാഥദാസ ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിനു ശേഷം ഞാൻ വൃന്ദാവനദാസ് ഠാക്കൂറിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കൂടെ സ്വീകരിച്ചു എന്നിട്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, മൂർഖനീജ ക്ഷുദ്രമുനി വിഷയലാലസ വൈഷ്ണവാജ്ഞ ബലേ കരി ഏതേക സാഹസ. അദ്ദേഹം പറയാണ്, ഞാൻ മൂർഖ, ഞാൻ മൂഢനാണ്, നീചനാണ്, ക്ഷുദ്രമണി അതായത് ക്ഷുദ്രമായിട്ടുള്ള മനസ്സോടു കൂടിയവനാണ്, വിഷയലാലസ എനിക്ക് ഇപ്പോഴും ഭൗതിക വിഷയങ്ങളോട് ഭയങ്കര അത്യാഗ്രഹമാണ്. പക്ഷേ വൈഷ്ണവ ആജ്ഞാ ബലേ വൈഷ്ണവന്മാരുടെ ആജ്ഞയുടെ ബലത്തിൽ ഞാൻ ഇത്രയും വലിയ ഒരു സാഹസം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ സ്വയം ഏറ്റവും നീചമായ അവസ്ഥയിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്രന്ഥം രചിക്കുവാനുള്ള ഉദ്യമം തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ 9ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഹരേ കൃഷ്ണ.